നേതാക്കൾ പലവിധമുണ്ട്. കഠിനാധ്വാനത്തിലൂടെ നേതൃനിരയിലേക്ക് ഉയർന്നു വന്നവർ, മറ്റു ചിലർക്കത് പാരമ്പര്യമായി കിട്ടുന്നു. നിരവധി നേതാക്കളെ ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ ചൂണ്ടിക്കാട്ടാം. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പാരമ്പര്യം ദയനീയമായി പാഴാക്കിയ ഒരു നേതാവുണ്ട്. അത് പാകിസ്ഥാൻ്റെ ബിലാവൽ ഭൂട്ടോ സർദാരിയാണ്. വളരെ ചെറിയ പ്രായത്തിൽ നേതൃസ്ഥാനത്തേക്ക് എത്തിയ രാജകുമാരൻ എന്ന് വേണമെങ്കിൽ ബിലാവലിനെ വിശേഷിപ്പിക്കാം. ഒന്നല്ല, 2 പാരമ്പര്യത്തിൻ്റെ പിൻബലമുണ്ട് ബിലാവലിന്. വിദേശ ശൈലിയിലുള്ള ആശയവിനിമയം, അങ്ങനെ ഒരു ആധുനിക പാരമ്പര്യ നേതാവിന് വേണ്ട ഗുണങ്ങളെല്ലാം ബിലാവലിനുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും നെഗറ്റീവായി നിൽക്കുന്ന ഒരു ഘടകമുണ്ട് ബിലാവലിന്: നയതന്ത്രത്തിനുള്ള കഴിവില്ലായ്മ. അത് പാരമ്പര്യമായി കിട്ടുന്ന കഴിവല്ല, സ്വന്തമായി നേടിയെടുക്കണം. എല്ലാം തുടങ്ങിയത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ്. ഇന്ത്യ അതിവേഗം പ്രതികരിച്ചു. ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ വിവിധ രാഷ്ട്രീയ കക്ഷിയിൽ നിന്നുള്ള പ്രതിനിധികളെ അയച്ചു. നമ്മുടെ നേതാക്കൾ വസ്തുതകൾ അവതരിപ്പിച്ചു. ലോകത്തിലെ ഇന്ത്യയുടെ സുഹൃത്തുക്കൾക്കും പങ്കാളികൾക്കും അവർ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് വിശദീകരിച്ചു. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ ഇന്ത്യയിൽ നിരപരാധികളെ കൊന്നതെങ്ങനെയാണെന്നും അതിനുശേഷമുള്ള നീക്കങ്ങളെക്കുറിച്ചെല്ലാം ഇന്ത്യ ബോധ്യപ്പെടുത്തി. ഇവിടെ പാകിസ്ഥാൻ ഒരു വഴിയുണ്ടായിരുന്നു: സ്വയം പരിശോധിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയെ അനുകരിക്കുക. അവർ തിരഞ്ഞെടുത്തത് ഇന്ത്യയെ അനുകരിക്കുകയാണ്. പാരമ്പര്യ നേതാവിനെ തന്നെ അവർ അതിനായി അയച്ചു. അങ്ങനെ ബിലാവൽ ഭൂട്ടോ സർദാരി ന്യൂയോർക്കിലെത്തി. UN ആസ്ഥാനത്തൊരു പത്രസമ്മേളനത്തിൽ ബിലാവൽ ഭീകരതയെക്കുറിച്ച് സംസാരിച്ചു. പിന്നെ തൻ്റെ മഹത്തായ ആശയം അവതരിപ്പിച്ചു: പാകിസ്ഥാൻ ഇന്ത്യയുമായി ചേർന്ന് ഭീകരതയ്ക്കെതിരെ പോരാടാൻ ആഗ്രഹിക്കുന്നു. 150 കോടി ജനങ്ങളുടെ ഭാവി ഭീകരതയുടെ കയ്യിൽ വിട്ടുകൊടുക്കാനാവില്ല. 2 ആണവശക്തികളെ യുദ്ധത്തിലേക്ക് നയിക്കാൻ അനുവദിക്കരുത്. ഇതാണ് ബിലാവലിൻ്റെ വലിയ തന്ത്രം. ഇന്ത്യയും പാകിസ്ഥാനും, അതായത് ഇന്ത്യയുടെ റോയും പാകിസ്ഥാൻ്റെ ISIയും ചേർന്ന് ഭീകരതയെ നേരിടണമെന്നാണ് ബിലാവൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ആ ആശയം ജനിച്ചപ്പോൾ തന്നെ മരിച്ചു. കാരണം ISI തന്നെയാണ് ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നത്. ഇന്ത്യൻ മണ്ണിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും ഇവർ തന്നെ. ഒരാൾ വീടിന് തീയിട്ടിട്ട് ഞാൻ തീയണയ്ക്കാൻ സഹായിക്കുക എന്ന് പറയുന്ന പോലെ. ചുരുക്കത്തിൽ ബിലാവലിൻ്റെ നയതന്ത്രം ഇതാണ്: ഇന്ത്യ ഭീകരതയോട് പോരാടുന്നുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്തത്. പക്ഷേ ഇസ്ലാമാബാദ് എന്താണ് ചെയ്തത്? ഭീകരർക്ക് പണവും സർക്കാർ അവർക്ക് ബഹുമതികളോടെ ശവസംസ്കാരവും നൽകുന്നു. അത് ഭീകരതയെ ചെറുക്കലല്ല, അത് ഭീകരതയെ പിന്തുണയ്ക്കലാണ്. ഇന്ത്യ തെളിവുകൾ കൊണ്ടുവന്നു, പാകിസ്ഥാൻ ഒഴിവുകഴിവുകളും. അതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വലിയ വ്യത്യാസം. പിന്നെ കാര്യങ്ങൾ കൂടുതൽ മോശമായി. ബിലാവൽ കാർഡ് ഇറക്കാൻ ശ്രമിച്ചു. ഇന്ത്യ ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി തങ്ങളുടെ മുസ്ലിം പൗരന്മാരെ അപമാനിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. പക്ഷേ അവിടെ ഒരു പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ബിലാവലിനെ തിരുത്തി: ഇന്ത്യ മുസ്ലിങ്ങളെ ഭീകരവൽക്കരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ ഞാൻ ഇരുവശത്തിൻ്റെയും ബ്രീഫിങ്ങുകൾ കണ്ടു. ഇന്ത്യൻ സൈനിക ബ്രീഫിങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് മുസ്ലിം ഉദ്യോഗസ്ഥരാണ്. ഉദാഹരണത്തിന് കേണൽ സോഫിയ ഖുറേഷിയെ പോലുള്ള ഉദ്യോഗസ്ഥർ. ആ നിമിഷം ബിലാവൽ നിശ്ചലനായി. ഈ തിരുത്തൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ തിരക്കഥയും പൊളിച്ചു.